السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സഹോദര സഹോദരിമാരെ, ജീവിതത്തിൻ്റെ അനുകൂല പ്രതികൂല രഹസ്യ പരസ്യ മേഖലകളിലൊക്കെയും റബ്ബുൽ ആലമീനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ പരമാവധി ശ്രദ്ധിച്ച് കരുതലോടെ ജീവിക്കാൻ പരിശ്രമിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ആയുസ്സിൽ ഒരിക്കൽ കൂടി ലഭിച്ച വിശുദ്ധ റമളാൻ അതിൻ്റെ പകുതി കഴിഞ്ഞ് അടുത്ത പകുതിയിലേക്ക് പ്രവേശിക്കാനിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കനിഞ്ഞു നൽകിയ ഈ പുണ്യമാസത്തെ ഇനിയുള്ള രാപ്പകലുകളിലും സൽക്കർമ്മങ്ങൾ കൊണ്ട് ധന്യമാക്കാൻ പരിശ്രമിക്കേണ്ട ബാധ്യതയുള്ളവരാണ് നാം എന്ന് മറന്നു പോകരുത്. വിശുദ്ധ റമളാനിലേക്ക് ആരോഗ്യത്തോടെ കടന്ന പലരും രോഗികളായി കിടപ്പിലായിട്ടുണ്ട്. വിശുദ്ധ റമളാനിലേക്ക് കടന്ന പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഇതൊക്കെ നമുക്കറിയുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ആയുസ് എവിടെ അവസാനിക്കും, എങ്ങനെ അവസാനിക്കുമെന്ന് ആർക്കും അറിയില്ല. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ലുഖ്മാനിലെ ഏറ്റവും ഒടുവിലത്തെ വചനം അള്ളാഹുവിന് മാത്രം അറിയുന്ന 5 കാര്യങ്ങൾ വ്യക്തമാക്കുന്നതാണ്. അതിൽ 2 കാര്യങ്ങൾ ഒമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദാ ഒമാ തദ്രി നഫ്സുൻ ബി അയ്യി അർളിൻ തമൂത്ത്. ഒരാൾക്കും അറിയില്ല നാളെ എന്ത് സമ്പാദിക്കും, എന്ത് നേടിയെടുക്കുമെന്ന്. ഒരാൾക്കും അറിയില്ല ഈ ഭൂമിയിൽ ഏത് പ്രദേശത്ത് വെച്ച് എപ്പോൾ എങ്ങനെ അവൻ്റെ മരണം സംഭവിക്കുമെന്ന്. ഈ ആയത്തിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് വിധേയമായിക്കൊണ്ടാണ് മനുഷ്യജീവിതം എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ റബ്ബ് തൃപ്തിപ്പെടുന്ന ഒരു ജീവിതം നേടിയെടുക്കലാകണം നമ്മുടെ ഐഹിക ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്നാണ് സൂചിപ്പിക്കുന്നത്. നാം ഈ ക്ഷണികമായ നൈമിഷികമായ ഭൗതിക ജീവിതത്തിലെ ലാഭമോ നേട്ടമോ കണ്ട് ജീവിക്കേണ്ടവരല്ല. നാം ലക്ഷ്യമായി കാണുന്നത്
സമാധാനത്തിൻ്റെ ഭവനമായ സ്വർഗമാണ്. വിശുദ്ധ ഖുർആനിൽ കാണാം, വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം വയഹ്ദി മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനത്തിൻ്റെ ഭവനത്തിലേക്ക് ക്ഷണിക്കുന്നു. അവൻ ഉദ്ദേശിക്കുന്നവരെ നേരായ പാതയിലേക്ക് അവൻ നയിക്കുകയും ചെയ്യുന്നു. അബ്ദുറഹ്മാൻ നാസിർ സഅദി റഹ്മഹുല്ല തൻ്റെ തഫ്സീറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിന് ദാറുസ്സലാം എന്ന പേര് നൽകാൻ കാരണമെന്ത് എന്ന് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത്, വസമ്മല്ലാഹു അൽ ജന്ന ദാറസ്സലാം, അള്ളാഹു സ്വർഗത്തിന് ദാറുസ്സലാം സമാധാനത്തിൻ്റെ ഭവനം എന്ന് പേരു നൽകി. ലിസലാമത്തിഹ മിൻ ജമീഇൽ ആഫാത്തി വൻ നഖായിസ്. അതിന് കാരണം സ്വർഗമെന്നത് എല്ലാവിധ ആപത്തുകളിൽ നിന്നും പോരായ്മകളിൽ നിന്നും സുരക്ഷിതമായതാണ്. വദാലിക ലികമാലി നഈമിഹ വതമാമിഹി വബഖാഇഹി. അതെന്തുകൊണ്ടെന്നാൽ സ്വർഗമെന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന അനുഗ്രഹങ്ങളുടെ പൂർത്തീകരണമാണ്. അത് ശേഷിക്കുന്നതും, അല്ലാഹു നൽകുന്ന അനുഗ്രഹങ്ങൾ ശേഷിക്കുക, അത് നിലനിൽക്കുക എന്നതും സ്വർഗത്തിൽ മാത്രമാണ്. അതാണ് അല്ലാഹു ഓർമ്മപ്പെടുത്തിയത്, മാ ഇൻദകും യൻഫദ് വമാ ഇൻദല്ലാഹി ബാഖിൻ. നിങ്ങളുടെ അരികിലുള്ളതെല്ലാം തീർന്നു പോകും, വറ്റിപ്പോകും. അള്ളാഹുവിൻ്റെ അടുത്തുള്ളത് മാത്രമാണ് എന്നേക്കുമായി ബാക്കിയാകുക, ശേഷിക്കുക. അതുകൊണ്ട് തന്നെ സ്വർഗമാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ സമ്പൂർണമായി ഒരു മനുഷ്യന് അനുഭവിക്കാനുള്ള, ആസ്വദിക്കാനുള്ള ഗേഹം. ഭൗതിക ലോകത്ത് അള്ളാഹു നമുക്ക് എത്ര അനുഗ്രഹങ്ങൾ നൽകിയാലും ഒരുപക്ഷെ ആ അനുഗ്രഹങ്ങളോട് വിട പറഞ്ഞ് നാം മരണപ്പെട്ടു പോകും. ഒരു മാരക രോഗം വന്നാൽ നല്ല ഒരു ഭക്ഷണം കഴിക്കാൻ, ഒരു മുറുക്ക് വെള്ളം കുടിക്കാൻ സാധിക്കാത്ത അവസ്ഥ വരും. ഒരുപക്ഷെ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ അത് നമ്മെ കൈവിട്ട് നമ്മൾ ദരിദ്രരാകാൻ സാധ്യതയുണ്ട്, അത് മറ്റൊരാളിലേക്ക് നീങ്ങിപ്പോകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഭൗതിക ലോകത്തെ അനുഗ്രഹങ്ങൾ ഒരിക്കലും ശാശ്വതമായി നാം കണ്ടുകൂടാ. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിത ലക്ഷ്യം സമാധാനത്തിൻ്റെ ഭവനമായ സ്വർഗം നേടിയെടുക്കലാണ്. ലഹും ദാറുസ്സലാമി ഇൻദ റബ്ബിഹിം വഹുവ വലിയ്യുഹും ബിമാ കാനൂ യഅമലൂൻ. അവർക്ക് അവരുടെ റബ്ബിൻ്റെ അരികിൽ സമാധാനത്തിൻ്റെ ഭവനമുണ്ട്. ആ അള്ളാഹുവാണ് അവരുടെ സഹായി എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഇത് എങ്ങനെ സാധ്യമാകും? സമാധാനത്തിൻ്റെ ഭവനം എനിക്ക് ലഭിക്കണം, ആ സ്വർഗം എനിക്ക് ലഭിക്കാൻ എന്നാൽ എന്ത് കഴിയും, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടത്. ഇന്നത്തെ എൻ്റെ ഇവിടുത്തെ വിഷയത്തിലൂടെ ഒരു സമാധാന സ്വർഗം ലഭിക്കാൻ, സമാധാനത്തിൻ്റെ ഭവനമായ സ്വർഗം ലഭിക്കാൻ, നമുക്ക് ഒരു സമാധാനമുള്ള, മറ്റൊരാൾ നമ്മെക്കൊണ്ട് സമാധാനിക്കുന്ന ഒരു ജീവിതം ഇവിടെ വച്ച് നിർവഹിക്കാനുണ്ട്. അതിന് നമ്മളാൽ കഴിയുന്ന ഏതൊക്കെ പ്രവർത്തനങ്ങൾ എന്നതിനെക്കുറിച്ച് അല്പനേരം വിശദീകരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നാം തൗഹീദിൽ നിഷ്ഠയുള്ളവരാകണം. അതുപോലെ സുന്നത്തുകളിലും നിഷ്ഠയുള്ളവരാകണം. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ്, ജീവിതത്തിൽ അല്ലാഹുവല്ലാത്ത ഒരു പടപ്പും എനിക്ക് ആശ്രയിക്കാനില്ല, എനിക്ക് തേടാനില്ല, എൻ്റെ ആഗ്രഹങ്ങളെ സഫലീകരിച്ചു തരാനില്ല, എനിക്കകപ്പെട്ട പരീക്ഷണങ്ങളെ തട്ടിമാറ്റാൻ അല്ലാഹുവല്ലാത്ത ഒരു പടപ്പുമില്ല എന്ന അടിയുറച്ച വിശ്വാസം. അല്ലാഹുമ്മ ലാ മാനി അലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ റാദ്ദ ലിമാ ഖളൈത. അല്ലാഹുവേ, നീ നൽകിയതിനെ തടുക്കാൻ, നീ തടുത്തതിനെ നൽകാൻ, നീ വിധിച്ച വിധിയെ തട്ടിമാറ്റാൻ നീയല്ലാതെ മറ്റാരുമില്ല, മറ്റാർക്കും സാധ്യമല്ല എന്ന ആ തൗഹീദിൻ്റെ വശം.
ഇത് നമ്മൾ ജീവിതത്തിൽ നിഷ്ഠയോടെ അതിലൊരു നിലക്കും നീക്കുപോക്കില്ലാതെ വിട്ടുവീഴ്ചയില്ലാതെ നാം പുലർത്തേണ്ട ആദർശമാണ്. ആരുടെ മുമ്പിലും ഈ ആദർശമാണ് നമുക്ക് വെട്ടിത്തുറന്ന് പറയാനുള്ളത്. ഇതുപോലെയാണ് സമൂഹം എത്ര ബിദ്അത്തുകളിലും ഖുറാഫാത്തുകളിലും ഒഴുകിയാലും സുന്നത്തുകളിൽ നിഷ്ഠയുള്ളവരാകണം ഓരോ മുവഹ്ഹിദും. സുന്നത്ത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന ജീവിതചര്യകളാണ്. കേവലം ചില ഇബാദത്തുകൾ മാത്രമല്ല. സുന്നത്തുകൾ എന്ന് കേൾക്കുമ്പോൾ സുന്നത്ത് നമസ്കാരത്തെക്കുറിച്ചാണ് പലപ്പോഴും ഓർമ്മ വരിക. കേവലം ചില സുന്നത്ത് നമസ്കാരങ്ങൾ എന്നതിലുപരി നാം ഒന്ന് അനങ്ങിയാൽ, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനൊന്ന് അനങ്ങിയാൽ അവിടെ ഒരു സുന്നത്ത് അവന് പാലിക്കാനുണ്ടാകും. അവൻ കിടന്നുറങ്ങുമ്പോഴുണ്ട്, ഉണരുമ്പോഴുണ്ട്, അവൻ ഭക്ഷണം കഴിക്കുമ്പോഴുണ്ട്, അവൻ്റെ മലമൂത്ര വിസർജന സമയങ്ങളിലുണ്ട്. ഇങ്ങനെ അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വ്യാപകമായി കാണുന്നതാണ് സുന്നത്തുകൾ. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിറ വദക്കറല്ലാഹ കസീറ. അള്ളാഹുവിൻ്റെ ദൂതനിൽ നിങ്ങൾക്ക് ഉത്തമ മാതൃകകളുണ്ട്. ആ മാതൃക ലിമൻ കാന യർജുല്ലാഹ്, അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്ന് ആഗ്രഹിക്കുന്നവർക്കാണ്. വൽ യൗമൽ ആഖിറ, പരലോക വിജയം പ്രതീക്ഷിക്കുന്നവർക്കാണ്. വദക്കറല്ലാഹ കസീറ, അള്ളാഹുവിനെ ധാരാളമായി ജീവിതത്തിൽ സ്മരിക്കുകയും ചെയ്യുന്നവർക്കാണ്. ഈ 3 ഗുണങ്ങളുണ്ടോ അവർക്ക് പ്രവാചക ചര്യകളെ അനുധാവനം ചെയ്യാൻ, പ്രവാചക ചര്യകളെ ഇത്തിബാ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് സുന്നത്തുകൾ, ഇമാം മാലിക് ഇബ്നു അനസ് റഹിമഹുല്ല നബിസറ്റയെ ഉപമിച്ചത് തന്നെ നൂഹ് അലൈഹിസ്സലാമിൻ്റെ കപ്പലിനോടാണ്. അസ്സുന്നത്തു സഫീനത്തു നൂഹിൻ, നൂഹ് അലൈഹിസ്സലാമിൻ്റെ കപ്പലാണ് സുന്നത്ത്. മൻ റക്കിബഹ നജ, ആ കപ്പലിൽ ആര് കയറിയോ അവൻ രക്ഷപ്പെട്ടു. വമൻ തഖല്ലഫ അൻഹ ഓരിക്ക, ആ കപ്പലിൽ കയറാതെ ആരാണ് വിട്ടുനിന്നത് അവർ മുങ്ങി നശിക്കുകയും ചെയ്തു. നൂഹ് അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജലപ്രളയമുണ്ടായപ്പോൾ സത്യവിശ്വാസികൾക്ക് രക്ഷയായത് നൂഹ് അലൈഹിസ്സലാം നിർമ്മിച്ച കപ്പലാണ്. ആ നൂഹ് അലൈഹിസ്സലാമിൻ ആ കപ്പലിൽ കയറാൻ ആവശ്യപ്പെട്ടപ്പോൾ ആരൊക്കെ അതിൽ കയറിയോ അവരൊക്കെ രക്ഷപ്പെട്ടു. മകനടക്കമുള്ള സമൂഹം, ഭൂരിപക്ഷ സമൂഹം മുങ്ങി നശിക്കുകയും ചെയ്തു. ഈ കപ്പലിനോടാണ് മാലിക് ഇബ്നു അനസ് റഹിമഹുല്ല സുന്നത്തിനെ ഉപമിച്ചത്. അസ്സുന്നത്തു സഫീനത്തു നൂഹിൻ, സുന്നത്ത് നബിചര്യ നൂഹ് അലൈഹിസ്സലാമിൻ്റെ കപ്പലാണ്, കപ്പൽ പോലെയാണ്. ആ സുന്നത്തിൽ ആര് കയറിയോ അവൻ രക്ഷപ്പെടും. ആ സുന്നത്തിൽ നിന്ന് മാറി സഞ്ചരിച്ചവർ പരാജയപ്പെടും. അപ്പോൾ ഒരു മുവഹ്ഹിദ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദിൻ്റെ കാര്യത്തിൽ നിഷ്ഠ പുലർത്തുന്ന, അല്ലാഹുവല്ലാത്ത ഒരു ശക്തിക്ക് മുമ്പിലും എൻ്റെ പ്രശ്നങ്ങൾ ഞാൻ അവതരിപ്പിക്കില്ല, എനിക്കെൻ്റെ റബ്ബുണ്ട് എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാളിൽ സുന്നത്തുകൾ പതിവായി കണ്ടുകൊണ്ടിരിക്കണം. ഞാൻ ഇങ്ങനെ പറയുന്നത്, ഇനി പറയുന്ന കാര്യങ്ങൾ നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതുകൊണ്ടാണ്. തൗഹീദുള്ള സുന്നത്തുള്ള ഒരാളിൽ കേവലം ചില ഇബാദത്തുകളും ചില സുന്നത്ത് നമസ്കാരങ്ങളും കുറച്ച് ഖുർആൻ പാരായണവും കുറച്ച് ദാനധർമ്മവും മാത്രം ഉണ്ടായാൽ പോരാ. നമ്മുടെ ജീവിതത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപമിച്ചത് എന്തിനോടാണ്? വിശുദ്ധ ഖുർആനിൽ അലം തറ കൈഫ ലറബല്ലാഹു മസലൻ കലിമതൻ ത്വയ്യിബതൻ കശജറത്തിൻ ത്വയ്യിബ അസ്ലുഹാ സാബിതുൻ വഫർഉഹാ ഫിസ്സമാ തുഅതി ഉകുലഹാ കുല്ല ഹീനിൻ ബിഇദ്നി റബ്ബിഹാ. അല്ലാഹു ഇതാ ഉപമിച്ചത് കണ്ടില്ലേ? കലിമതൻ ത്വയ്യിബ, ഒരു ഏറ്റവും നല്ല ഒരു വാക്ക്, അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. കശജറത്തിൻ ത്വയ്യിബ, അതൊരു വടാ വൃക്ഷം പോലെയാണ്. അസ്ലുഹാ സാബിതുൻ, അതിൻ്റെ മുരട് ഭൂമിയിൽ ഉറച്ചു നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഏത് കാറ്റും കോളും വന്നാലും അതിന് യാതൊരു ചാഞ്ചാട്ടവും ഉണ്ടാവുകയില്ല. ആ മരം ഒരിക്കലും മറിഞ്ഞു വീണ് നശിക്കുകയില്ല. വഫർഉഹാ ഫിസ്സമാ, അതിൻ്റെ ചില്ലകളും ശാഖകളും അതാ ആകാശത്തിൽ പന്തലിച്ചു നിൽക്കുകയാണ്. ഇത് ആരെ ഉപമിച്ചതാണ്? ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് സ്വീകരിച്ച ഒരു മുവഹ്ഹിദിനെയാണ് അള്ളാഹു ഈ ആയത്തിൽ കൊണ്ടുവരുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു മുവഹ്ഹിദ്,
ഭൂമിയിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വൃക്ഷം, അത് മനുഷ്യർക്ക് തണൽ നൽകുന്നു, അത് മനുഷ്യർക്ക് കായ്ക്കനികൾ നൽകുന്നു, അത് മനുഷ്യർക്ക് ഉപകാരമുള്ള എന്തൊക്കെ നൽകുന്നുവോ അതുപോലെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിച്ച, മുഹമ്മദ് റസൂലുള്ളയെ സ്വീകരിച്ച ഒരു വിശ്വാസി എന്നാണ് ആ ആയത്ത് നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ഒട്ടേറെ കാര്യങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ വീട്ടിൽ നിന്ന്, തൻ്റെ ഭാര്യമാരുടെ അരികിൽ നിന്ന് എപ്പോൾ പുറത്തു പോകുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥന കാണാം. ആദ്യം ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയും. അതിൻ്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആകാശത്തിലേക്ക് നോക്കും. തൻ്റെ ദൃഷ്ടികളെ ആകാശത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് പറയും, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അളില്ല ഔ ഉളല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അളിമ ഔ ഉളമ ഔ അജ്ഹല ഔ യുജ്ഹല അലയ്യ. റസൂലുള്ളാഹിയുടെ ഭാര്യമാർ പറയുന്നുണ്ട്, ഞങ്ങളുടെ അടുത്ത് നിന്ന് റസൂലുള്ള എപ്പോൾ പുറത്തു പോകുമ്പോഴും ഈ പ്രാർത്ഥന നിർവഹിക്കാതിരുന്നിട്ടില്ല എന്നാണ്. നമ്മളും നിർവഹിക്കണം. ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രസക്തമായൊരു പ്രാർത്ഥനയാണത്. എന്താ പറയുന്നത്? ആദ്യം ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. തൗഹീദിൻ്റെ പ്രഖ്യാപനമാണത്. ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ഇതാ അള്ളാഹുവിൽ ബരമേൽപ്പിച്ചിരിക്കുന്നു. അവനെ കൊണ്ടല്ലാതെ യാതൊരു ശക്തിയും കഴിവും ഇല്ല. ഇതാണ് തൗഹീദിൻ്റെ അടിത്തറ. എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് അള്ളാഹുവിൻ്റെ ഖളാ ഖദർ അനുസരിച്ച് മാത്രം. എനിക്ക് അഭയപ്പെടാൻ, എനിക്കെൻ്റെ കാര്യങ്ങളെ ഏൽപ്പിക്കാൻ അള്ളാഹു മാത്രം. ഹസ്ബി അല്ലാഹ് വ നിഅ്മൽ വക്കീൽ. എനിക്ക് അള്ളാഹു മതി. ബരമേൽപ്പിക്കാൻ അവൻ എത്രമാത്രം നല്ലവൻ. വമൻ യതവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബു. ആരാണ് അള്ളാഹുവിൽ ബരമേൽപ്പിക്കുന്നത് അവൻ അള്ളാഹു മതി എന്നാണ്. ഈ പ്രഖ്യാപനം കഴിഞ്ഞ ശേഷം റസൂലുള്ളാഹ് തൻ്റെ ദൃഷ്ടികളെ ആകാശത്തിലേക്ക് ഉയർത്തി അള്ളാഹിനോട് പറയാണ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക. അള്ളാഹുവേ, ഞാൻ നിന്നോട് കാവൽ തേടുന്നു. അൻ അളില്ല ഔ ഉളല്ല. ഞാൻ വഴി തെറ്റുന്നതിൽ നിന്ന്, എന്നെ ആരെങ്കിലും വഴി തെറ്റിക്കുന്നതിൽ നിന്ന്. ഔ അസില്ല ഔ ഉസല്ല. എനിക്ക് വല്ല അബദ്ധവും പിണയുന്നതിൽ നിന്ന്, ആരെങ്കിലും എന്നെ അബദ്ധത്തിൽ പെടുത്തുന്നതിൽ നിന്ന്. ഔ അളിമ ഔ ഉലമ. അല്ലെങ്കിൽ ഞാൻ അക്രമിയാകുന്നതിൽ നിന്ന്, ആരെങ്കിലും എന്നോട് അക്രമം പ്രവർത്തിക്കുന്നതിൽ നിന്ന്. ഔ അജ്ഹല ഔ യുജ്ഹല അലയ്യ. ഞാൻ ആരോടെങ്കിലും അവിവേകമായി പ്രവർത്തിക്കുന്നതിൽ നിന്ന്, ആരെങ്കിലും എന്നോട് അങ്ങനെ അവിവേകമായി പ്രവർത്തിക്കുന്നതിൽ നിന്ന്. ഈ ഒരു പ്രാർത്ഥനയിൽ നിന്ന് തന്നെ ഒരു സത്യവിശ്വാസി രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് മനസ്സിലാകുന്നുണ്ട്. ഒന്ന്, തൗഹീദിൻ്റെ മാർഗത്തിൽ നിന്ന് തെറ്റാതെ ജീവിക്കാനുള്ള ആ വിശ്വാസിയുടെ ശ്രദ്ധ. സദാസമയവും നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും അതുതന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ, എൻ്റെ ഹൃദയത്തെ നിൻ്റെ ദീനിൽ നീ അടിയുറപ്പിച്ച് നിർത്തണേ എന്ന് നമ്മളും അങ്ങനെ പ്രാർത്ഥിക്കണം. അതോടൊപ്പം ഞാൻ മറ്റൊരാളെ വഴി തെറ്റിക്കുക, ഞാൻ മറ്റൊരാളോട് അക്രമം കാണിക്കുക, ഞാൻ ഒരാൾക്ക് എൻ്റെ ഒരു വീഴ്ച, എന്നിൽ വന്ന ഒരു അബദ്ധം നിമിത്തം മറ്റൊരാൾ പ്രയാസപ്പെടുക, ഞാൻ ആരോടെങ്കിലും അവിവേകത്തോടെ പെരുമാറുക, ഇതൊരു വിശ്വാസിയിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല എന്നർത്ഥം. ഇത് നമ്മൾ ഏറെ ശ്രദ്ധിക്കണം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ സാമൂഹ്യ ജീവിയാണ്. അവൻ ഒരിക്കലും സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് കഴിയുന്നവനല്ല. സമൂഹവുമായി നന്നായി ഇടപഴകി ജീവിക്കുന്നവനാണ് ഒരു സത്യവിശ്വാസി. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, അൽ മുഅ്മിനു യഅലിഫു വ യുഅലഫ് ലാ ഖൈറ ഫീമൻ ലാ യഅലിഫ് വലാ യുഅലഫ്. ഒരു വിശ്വാസി അവൻ ഇണങ്ങും, ഇണക്കം നൽകും. ഒരു വിശ്വാസി ആരോടും ഇണങ്ങും. അവൻ്റെ ആദർശത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ അവൻ സമൂഹത്തോട് ഇണങ്ങും. അതുകൊണ്ടാണല്ലോ റസൂലുള്ളാഹിയെക്കുറിച്ച് മാലിഹാദർ റസൂൽ യഅ്കുലു ത്വആമ വയംശി ഫിൽ അസ്വാഖ്. എന്ത് പറ്റി ഈ റസൂലിന്? മാർക്കറ്റുകളിലൂടെ നടന്നു പോകുന്നു,
ഭക്ഷണം കഴിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ വിചാരിച്ചപ്പോൾ റസൂൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ സമൂഹത്തിലേക്കൊന്നും ഇറങ്ങി വരാൻ പാടില്ല എന്നാണ് അവരുടെ ധാരണ. അതുകൊണ്ട് അവരങ്ങനെ ചോദിക്കുന്നത്, ഇതെന്ത് റസൂലാണ്, മാർക്കറ്റിലൊക്കെ നടക്കുന്ന റസൂലോ എന്ന് ചോദിക്കുന്നത്. അതാണ് അൽ മുഅ്മിൻ യഅ്ലിഫ് വയുലഫ്. മദീനയിൽ ഒരിക്കൽ ഒരു ഘോര ശബ്ദമുണ്ടായി, പേടിപ്പെടുത്തുന്നൊരു ശബ്ദം. ആളുകൾ കേട്ട് ആ ശബ്ദം എവിടെന്ന് നോക്കി അതിൻ്റെ ഉറവിടത്തിലേക്ക് ഓടി വരികയാണ്. അങ്ങനെ പലരും ഓടിച്ചെന്നു. ആദ്യം അവിടെ എത്തിയത് അള്ളാന്റെ റസൂലായിരുന്നു. അള്ളാന്റെ റസൂലായിരുന്നു ആദ്യം ശബ്ദം കേട്ട് ആദ്യം ഓടിയെത്തിയത്. അതാണ് സമൂഹത്തോട് ഇടപഴകിയുള്ള ഒരു വിശ്വാസിയുടെ ജീവിതം. റസൂലുള്ള തൻ്റെ മസ്ജിദിൽ ആരെങ്കിലും പ്രയാസപ്പെട്ട് വരുന്നത് കണ്ടാൽ റസൂലുള്ള ആദ്യം തൻ്റെ വീട്ടുകാരോട് ചോദിക്കും, അവിടെ വല്ലതുണ്ടോ കൊടുക്കാൻ, ഈ അതിഥിയെ സൽക്കരിക്കാൻ അവിടെ വല്ലതുണ്ടോ. അവിടെ ഇല്ല എന്ന് പറയുമ്പോൾ റസൂലുള്ള പറയും, ഈ അതിഥിയെ കൊണ്ടുപോകാൻ ആരെങ്കിലും ഉണ്ടോ. ഇതാണ് അൽ മുഅ്മിനു യഅ്ലിഫു വയുലഫ്. ഒരു വിശ്വാസി ഇണങ്ങുന്നവനാണ്, ഇണക്കം കൊടുക്കുന്നവനാണ്. പിന്നെ പറഞ്ഞതോ ലാ ഖൈറ ഫീമൻ ലാ യഅ്ലിഫ് വലാ യുലഫ്. ഇണങ്ങാത്ത, ഇണക്കം കൊടുക്കാത്ത ഒരു വിശ്വാസിയിൽ ഒരു ഖൈറുമില്ല. ഇങ്ങനെ നമ്മൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് സമൂഹത്തിന് പലതും നൽകാനുണ്ട് എന്ന് തന്നെ നാം മനസ്സിലാക്കണം. നമുക്കറിയാം മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ നിന്ന് അദ്ദേഹം രണ്ടാളുകൾ വഴക്കിടുന്നത് കണ്ടപ്പോൾ, ഒന്ന് മൂസാ നബിയുടെ കക്ഷിയിൽപ്പെട്ട ആളാണ് എന്ന് പറഞ്ഞാൽ മൂസാ നബിയുടെ ആളാണ്, എന്നെ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞു. മൂസാ നബി അതിൽ ഇടപെട്ടതാണ്. ഒരു അടി കൊടുത്തു, കൊല്ലാൻ വേണ്ടി കൊടുത്തതല്ല. പക്ഷെ അടി കൊണ്ടയാൾ അബദ്ധവശാൽ മരണപ്പെട്ടു, കൊല്ലപ്പെട്ടു. ആ സംഭവവുമായി ബന്ധപ്പെട്ട് മൂസാ നബിയോട് ഒരാൾ ഉപദേശിക്കാണ്, ഇനി ഈ നാട്ടിൽ നിന്നുകൂടാ, വേഗം നാട് വിടണം, ഈ നാട്ടിൽ നിന്നാൽ താങ്കളുടെ കഥ കഴിക്കും ഈ നാട്ടുകാർ. മൂസാ നബി ആ ഉപദേശം കേട്ട് നാട് വിട്ട് അദ്ദേഹം വലമ്മ തവജ്ജഹ തിൽഖാ മദിയൻ, മദിയൻ എന്ന പ്രദേശത്തിന് നേരെ പുറപ്പെടാൻ. ആ പുറപ്പെടുമ്പോൾ തന്നെ മൂസാ നബി അലൈഹി സ്വലാം പ്രാർത്ഥനയാണ്. എന്താ പ്രാർത്ഥിക്കുന്നത്? അസാ റബ്ബി അൻ യഹ്ദിയനി സവാ അസ്സബീൽ. എൻ്റെ റബ്ബ് എനിക്ക് നേരായ ഒരു വഴി കാണിച്ചു തന്നേക്കും എന്ന ആ റബ്ബിലുള്ള പ്രതീക്ഷ വെച്ച് മൂസാ നബി അലൈഹി സ്വലാം അങ്ങനെ പോവുകയാണ്. അങ്ങനെ വലമ്മ വറദ മാ മദിയൻ, ആ മദിയൻ എന്ന പ്രദേശത്ത് ആളുകൾ വെള്ളമെടുക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെയാണ് അദ്ദേഹം എത്തിപ്പെടുന്നത്. വജദ അലൈഹി ഉമ്മത്തം മിനന്നാസി യസ്ഖൂൻ, ഒരു കൂട്ടം ആളുകൾ അദ്ദേഹം അവരെ കാണാണ് വെള്ളമെടുക്കാൻ വന്ന. വജദ മിൻ ദൂനിഹി മുംറഅത്തൈനി തദൂദാൻ, രണ്ട് സ്ത്രീകളെ ആ ആൾക്കൂട്ടത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയാണ്. അവര് മൂസാ നബി അലൈഹി ഇസ്ലാം അവരോട് ചോദിച്ചു, മാ ഖതുബുക്കുമാ, നിങ്ങളുടെ കാര്യം എന്താണ്? ഖാലതാ ലാ നസ്ഖി ഹത്താ യുസ്തിറ റിആ വ അബൂനാ ശൈഖുൻ കബീർ. ഞങ്ങൾ ഈ വെള്ളമെടുക്കാൻ വന്നത് ഞങ്ങളുടെ വാപ്പ വാർദ്ധക്യ സഹജമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഘട്ടത്തിലെത്തിയ വൃദ്ധനാണ്. വാർദ്ധക്യത്തിൻ്റെ പ്രയാസം ഞങ്ങളുടെ പിതാവിനുള്ളത് കൊണ്ട് പിതാവിന് വന്ന് ഇവിടെ നിന്ന് വെള്ളം കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് ഞങ്ങൾ സ്ത്രീകൾ വന്നത് തന്നെയാണ്. പക്ഷേ ആ ആൾക്കൂട്ടത്തിലേക്ക് ഞങ്ങളിങ്ങനെ കടന്നു ചെല്ലും. ഞങ്ങൾ വലിയ മുതിർന്ന സ്ത്രീകൾ അന്യപുരുഷന്മാരുടെ ഇടകലർന്ന് ചെല്ലാൻ കഴിയുമോ? ഇല്ല. അതുകൊണ്ട് അവരൊക്കെ പോയി വെള്ളമെടുത്ത് പോയ ശേഷം വെള്ളമെടുക്കാം എന്ന് കരുതി ഞങ്ങൾ മാറി നിന്നതാണ്. അവിടെ മൂസാ നബി അലൈഹി സ്വലാം ഇടപെട്ടു. ആ സ്ത്രീകൾക്ക് വെള്ളം ഫസഖാലഹുമാ, അവർക്ക് വെള്ളം എടുത്തു കൊടുത്തു. സുമ്മ തവല്ല ഇലദ്ദില്ലി, എന്നിട്ടൊരു മരത്തണലിലേക്ക് മൂസാ അലൈഹി ഇസ്ലാം മാറുന്നു. ഫഖാല, എന്നിട്ട് അവിടെ വെച്ചും ഒരു പ്രാർത്ഥന, റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. റബ്ബേ, നീ ഇറക്കിത്തരുന്ന എല്ലാ ഖൈറിനും ഈ മൂസ എന്ന ഞാൻ അവകാശിയാണ്, ആവശ്യമുള്ളവനാണ്. അവിടെ നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? അവിടെ ഒരു ആൾക്കൂട്ടം കണ്ടപ്പോൾ ആ ആൾക്കൂട്ടത്തിൽ നിന്ന് മാറി രണ്ട് സ്ത്രീകളെ കണ്ടപ്പോൾ അവിടെ നിന്ന് ഇടപഴകുകയാണ്. തന്നാൽ അവർക്ക് എന്ത് ചെയ്ത് കൊടുക്കാൻ കഴിയും? അതാണ് ഒരു വിശ്വാസി സാമൂഹ്യ ജീവിയാണ് എന്ന് പറയാൻ കാരണം. അപ്പോൾ ആ സ്ത്രീകളെ ആ വെള്ളമെടുത്ത് കൊടുത്ത് അവരുടെ പിതാവ് വാർദ്ധക്യത്തിൻ്റെ പ്രയാസം അനുഭവിക്കുന്നത് കൊണ്ട് ആ സ്ത്രീകൾക്ക് അതൊരു വലിയ സഹായമായി. അധികം കാത്തു നിൽക്കാതെ വെള്ളം അവർക്ക് ലഭിച്ചു.
ഇത് ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന ഒരു പുണ്യപ്രവർത്തനം. ഇതൊക്കെ എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണിച്ചു തന്നത്? ഏത് കാലത്ത് ജീവിച്ച സമൂഹമാണ് മൂസാ നബിയും തൻ്റെ സമൂഹവും. എന്നിട്ടും വിശുദ്ധ ഖുർആനിൽ നമ്മളത് പഠിക്കുന്നു, പാരായണം ചെയ്യുന്നു. എന്തിനാണിത് പാരായണം ചെയ്യുന്നത്? നമ്മൾ നടന്നു പോകുന്ന, നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ നമ്മളെക്കൊണ്ട് ഒരാൾക്ക് എന്ത് സഹായം ചെയ്തു കൊടുക്കാൻ കഴിയും? കലിമത്തുൻ ത്വയ്യിബത്തുൻ സ്വദഖ, ഒരു നല്ല വാക്ക്, അതൊരു സ്വദഖയാണ്. ഒരു വാക്ക് മുതൽ, ഒരു ഇടപെടൽ മുതൽ, ഒരു ശുപാർശ മുതൽ, ഒരു എഴുത്തു മുതൽ, ഒരു മെസ്സേജ് മുതൽ. ഇന്ന് ആധുനിക ലോകത്ത് മെസ്സേജുകളാണ്, എഴുത്തുകളെക്കാളും മെസ്സേജുകളാണ്. ഒരാളെ സഹായിക്കണം, ഒരു മെസ്സേജിലൂടെ. ഒരാൾക്ക് ഇന്നത് വേണം, ഒരു മെസ്സേജിലൂടെ. അതൊന്ന് ഫോർവേഡ് ചെയ്ത് ഒരാൾക്ക് അത്താണിയായി, സഹായിയായി മാറാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അതൊരു മുതൽക്കൂട്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിൻ്റെ രാവിൽ സ്വർഗം കണ്ടു, അതുപോലെ നരകവും കണ്ടു. നരകത്തിൽ പലരും ചെയ്ത പ്രവർത്തനങ്ങൾക്കനുസരിച്ച് നരകശിക്ഷ അനുഭവിക്കുന്നത് കണ്ടു. അതേപോലെ തൻ്റെ കർമ്മങ്ങൾ കൊണ്ട് സ്വർഗം അനുഭവിക്കുന്ന മനുഷ്യരെ കണ്ടു. റസൂലുള്ളാഹ് അത് സ്വഹാബത്തിന് ഇങ്ങനെ പറഞ്ഞു കൊടുത്തല്ലോ. ഒരിക്കൽ റസൂലുള്ളാഹ് പറഞ്ഞത്, റഅയ്തു ഇംറഅത അബീ തുൽഹ ഫിൽ ജന്ന, അബൂ തുൽഹയുടെ ഭാര്യയെ ഞാൻ സ്വർഗത്തിൽ കണ്ടു, ഉമ്മു തുൽഹയെ കണ്ടു. എന്താ ഉമ്മു തുൽഹയുടെ പ്രത്യേകത? ഒരിക്കൽ അബൂ തുൽഹ റസൂലുള്ളാഹ് ഈ അതിഥിക്ക് ആരാണെന്ന് ഭക്ഷണം കൊടുക്കാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ അബൂ തുൽഹ എഴുന്നേറ്റ് നിന്നു, ഞാൻ കൊണ്ടുപോകാം. അബൂ തുൽഹ അതിഥിയുമായി വീട്ടിലേക്ക് ചെന്നപ്പോൾ ഭാര്യയോട്, ഉമ്മു തുൽഹയോട് എന്താ ഉള്ളത്? ഉമ്മു തുൽഹ പറഞ്ഞു, നമ്മുടെ മക്കൾക്കുള്ള ഭക്ഷണമല്ലാതെ മറ്റൊന്നുമില്ലല്ലോ. ഉമ്മു തുൽഹ ഒരിക്കലും അതിൻ്റെ പേരിൽ ഭർത്താവിനെ ശപിച്ചില്ല. ഈ ഒന്നുമില്ലാത്ത സമയത്താണോ നിങ്ങളൊരു അതിഥിയുമായി വരുന്നത്? ഇവിടെ ഭക്ഷണം നമ്മുടെ മക്കൾക്ക് വേണ്ടേ എന്ന് പറഞ്ഞ് ശപിച്ചില്ല, ശകാരിച്ചില്ല ഭർത്താവിനെ. ഉമ്മു തുൽഹ പറഞ്ഞു, നിങ്ങൾ അതിഥിയുമായി വന്നതല്ല, നമുക്കൊരു കാര്യം ചെയ്യാം, കുട്ടികളെ ഉറക്കിക്കിടത്താം, ഉള്ള ഭക്ഷണം നമുക്ക് എടുത്തു വെച്ച് അതിഥിയുടെ കൂടെ നമ്മളും ഇരുന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് പോലെ നമുക്ക് അഭിനയിക്കാം, അതിഥി വയറ് നിറച്ച് ഉണ്ണട്ടെ. അതിഥിക്കും തോന്നി ഇവരെന്തോ ഇങ്ങനെയൊക്കെ ഒന്ന് അഭിനയിക്കുന്നുണ്ട് എന്ന്. റസൂലുള്ളാഹി അരികിലെത്തി വിവരം പറഞ്ഞു. റസൂലുള്ളാഹി പറഞ്ഞു, അജിബല്ലാ, അവരുടെ ആ പ്രവർത്തനങ്ങളിൽ അള്ളാഹ് അത്ഭുതപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ ഫലമാണ് ആ അതിഥികൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള ഉമ്മു തുൽഹയുടെ ആ ആഗ്രഹം. അതായിരിക്കാം റഅയ്തു ഇംറഅത അബീ തുൽഹ ബിൽ ജന്ന, ഞാൻ ഉമ്മു തുൽഹയെ, അബൂ തുൽഹയുടെ ഭാര്യയെ ഞാൻ സ്വർഗത്തിൽ കണ്ടു. അത്രമാത്രം ഇത്ആം, അന്നം നൽകുക എന്ന പുണ്യപ്രവൃത്തിയിൽ മുഴുകിയത് കാരണം. ഇന്ന് നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകത, ഭക്ഷണം വേസ്റ്റാക്കാൻ, ഭക്ഷണം ദൂർത്തടിക്കാൻ ഒരു മടിയുമില്ലാത്തൊരു സമൂഹം ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ആവശ്യമുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിലോ പിശുക്കും ഇന്ന് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. സത്യവിശ്വാസികൾ മാറി ചിന്തിക്കണം. ഇതുപോലെ മറ്റൊരു സംഭവമാണ് റസൂലുള്ളാഹി സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്തു. റഅയ്തു റജുലൻ യതഖല്ലബു ഫിൽ ജന്ന, ഞാനൊരു മനുഷ്യനെ കണ്ടു സ്വർഗത്തിൽ, ഒരു മരത്തണലിൽ അദ്ദേഹം ഇങ്ങനെ സഞ്ചരിക്കുന്നു. ആ മരത്തിലെ തണലും ആ മരത്തിലെ കായ്ക്കനികൾ യഥേഷ്ടം തിന്നും ആസ്വദിച്ച് ഒരു മരത്തണലിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളെ ഞാൻ സ്വർഗത്തിൽ കണ്ടു. ഫീ ഷജറത്തിൻ ഖതഅഹ മിൻ ലഹരി ത്വരീഖി കാനത് തുഅദിന്നാസ്. എന്താ ആ മനുഷ്യൻ സ്വർഗത്തിൽ കിടക്കാൻ കാരണം? ജനങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ ഒരു മരത്തിൽ നിന്നൊരു കൊമ്പ് ചാഞ്ഞു കിടക്കുകയും അത് ജനങ്ങൾക്ക് യാത്രാ സൗകര്യത്തിന് പ്രയാസമുണ്ടായിരുന്നു. ആ കൊമ്പ് വെട്ടിമാറ്റി അവിടെ യാത്രാ സൗകര്യമുണ്ടാക്കി കൊടുത്തു. അത് കാരണം ആ മനുഷ്യൻ സ്വർഗത്തിലെത്തി. ഇന്ന് നമ്മുടെ നാട്ടിൽ ഈ ഒരു ഹദീത്ത് വിശദീകരിച്ച് പറയുമ്പോൾ ഇന്ന് എത്ര ഇടവഴികളുണ്ട് നമ്മുടെ നാട്ടിലെന്ന് നമ്മൾ ഓർക്കണം. എത്ര ഇടവഴികൾ! ഒരു മയ്യത്ത് കട്ടിൽ പോലും കൊണ്ടുപോകാൻ കഴിയാത്ത നിലക്കുള്ള കുടുസായ വഴികൾ. ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന് അല്ലെങ്കിൽ അന്തിപ്പാതിര സമയത്ത് ഏതെങ്കിലും ഒരു അപകടത്തിൽപ്പെട്ട് രോഗിയെ കൊണ്ടുപോകാൻ വഴിയില്ലാതെ പ്രയാസപ്പെടുന്ന എത്ര സ്ഥലങ്ങൾ ഇന്നും നമ്മുടെ നാടുകളിലുണ്ട്. കുറ്റപ്പെടുത്താനല്ല. ഈ ഇടവഴികളുടെ അപ്പുറത്തും ഇപ്പുറത്തും വിശാലമായ ഭൂമികൾ ഉണ്ടായിട്ട് പോലും
ആ ഇടവഴിയൊന്ന് വിശാലമാക്കി റോഡാക്കി കൊടുക്കാൻ ഉള്ള മനസ്സ് കാണിക്കാത്ത ഒരുപാട് മനുഷ്യന്മാർ നമ്മുടെ നാടുകളിൽ അടക്കമുണ്ട്. പലപ്പോഴും ഈ പറയുന്ന ഞാൻ തന്നെ അത് അനുഭവിച്ചിട്ടുണ്ട്. അനുഭവിച്ചത് കൊണ്ടാണ് പറയുന്നത്. വിശാലമായ സെന്റ് കണക്കിന് ഭൂമി ഉണ്ടായിട്ടും ഇത് എൻ്റെ ഈ ഭൂമിയോട് ചാരി നിൽക്കുന്ന ഈ ഇടവഴിയൊന്ന് ഒരു മീറ്റർ, ഒരു അരമീറ്റർ ഒന്ന് നീട്ടിക്കൊടുത്ത് ഞാനതൊന്ന് റോഡ് സൗകര്യമാക്കട്ടെ എന്ന് ചിന്തിക്കാത്ത എത്രയോ ആളുകൾ, മുതലാളിമാർ നമ്മുടെ നാടുകളിലുണ്ട്. വഴി നൽകുക എന്നത് ഏറ്റവും വലിയ പുണ്യമാണ് എന്ന് നമ്മൾ ഓർക്കണം. അതുകൊണ്ടാണല്ലോ ഇമാത്തത്തുൽ അദാ അനി ത്വരീഖ്, ഈമാനിന് 70-ൽ പരം ശാഖകളുണ്ട്. അഫ്ളലുഹാ ലാ ഇലാഹ ഇല്ലല്ലാ, അതിൽ ഏറ്റവും പ്രധാനം ലാ ഇലാഹ ഇല്ലല്ലയാണ്. വ അദ്നാഹ, അതിലേറ്റവും താഴേക്കിടയിൽ ഇമാത്തത്തുൽ അദാ അനി ത്വരീഖ്, വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കൽ. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ മനുഷ്യർക്കിടയിൽ ഒരു സാമൂഹ്യ ബന്ധത്തോടെ ജീവിക്കുന്ന സത്യവിശ്വാസിക്ക് എമ്പാടും കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അനുചരന്മാരെ യുദ്ധത്തിന് പറഞ്ഞയക്കുമ്പോഴും അതുപോലെ ദഅവത്തിന് പറഞ്ഞയക്കുമ്പോഴും ഒക്കെ ഉപദേശം കൊടുക്കും. യസ്സിറു വലാ തുഅസ്സിറു ബശ്ശിറു വലാ തുനഫിറു. നിങ്ങൾ ആളുകൾക്ക് എളുപ്പം നൽകണം, ആളുകൾക്കൊരിക്കലും ഞെരുക്കം നൽകരുത്. ബശ്ശിറു, നിങ്ങൾ ആളുകൾക്ക് സന്തോഷം നൽകണം. വലാ തുനഫിറു, ആളുകൾക്ക് നിങ്ങൾ വെറുപ്പുണ്ടാക്കി അവരെ അകറ്റരുത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സത്യവിശ്വാസി ഒരു വടവൃക്ഷമാണ്. എപ്പോഴും തണലും ആശ്വാസവും സഹായങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു തണൽ വൃക്ഷം. അതാണ് ഒരു സത്യവിശ്വാസി. നമ്മളെ കൊണ്ട് ഒരാൾ ആശ്വസിക്കണം, നമ്മളെ കൊണ്ട് ഒരാൾ സമാധാനിക്കണം, നമ്മളെ കൊണ്ട് ഒരാൾ സന്തോഷിക്കണം. അതിനെന്ത് വേണം? നമ്മുടെ നാവ് ഉപയോഗപ്പെടുത്താം, നമ്മുടെ പേന ഉപയോഗപ്പെടുത്താം, നമ്മുടെ മെസ്സേജുകൾ ഉപയോഗപ്പെടുത്താം, നമ്മുടെ പണം ഉപയോഗപ്പെടുത്താം, നമ്മുടെ ശുപാർശകൾ ഉപയോഗപ്പെടുത്താം, നമ്മുടെ ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്താം. എത്ര കാര്യങ്ങൾ ആ നിലക്ക് സത്യവിശ്വാസിക്ക് ചെയ്യാൻ കഴിയും. അതുണ്ടാകണമെന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. എത്ര വെച്ചാൽ നമ്മളൊക്കെ ഡ്രൈവിംഗ് ചെയ്ത് എപ്പോഴും വാഹനത്തിലും ഡ്രൈവിങ്ങിലൂടെ ജീവിക്കുന്നവരാണ്. റോട്ടിലെപ്പോഴും പലപ്പോഴും ഇത്തരത്തിലുള്ള സഹായങ്ങൾ വളരെ അനിവാര്യമാകുന്ന ഘട്ടങ്ങൾ ഉണ്ടാകാറുണ്ട്. 4 ഭാഗത്തു നിന്നും വന്ന് ബ്ലോക്കാകുന്ന സന്ദർഭത്തിൽ ആരും വിട്ടുകൊടുക്കൂല. എല്ലാവർക്കും ആദ്യം എടുക്കണം വണ്ടി. ഒരാൾ ചവിട്ടിക്കൊടുത്താൽ ബാക്കിയുള്ളവർക്കൊക്കെ അവിടെ പോകാം, പക്ഷെ ചെയ്യൂല. അവനവൻ പിടിച്ച വാശി പോലെ എല്ലാവരും വാശിക്ക് നിൽക്കും. അതുകൊണ്ട് എന്തുണ്ടാകും? കുറേ സമയം റോഡ് ബ്ലോക്കാകും. ഒരാളൊന്ന് ചവിട്ടിക്കൊടുത്താൽ ആ പ്രശ്നം തീരും. ഒരു വിശ്വാസിയാണോ അവിടെയുള്ളത്, അവൻ അതിന് മുതിരണം. ഞാനത് വിശദീകരിക്കേണ്ടതില്ല. ഓരോ രംഗത്തും നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഭാഗത്തു നിന്ന് എന്താണ് മറ്റുള്ളവർക്ക് ആശ്വാസമുണ്ടാകാൻ ചെയ്യാൻ കഴിയുന്നത് എന്ന് ആലോചിക്കണം. അത് കുറേ പണം കൊടുത്തിട്ടാവണ്ട, ഒരു വാക്കുകൊണ്ട് മതിയാകുമത്. അതൊരു പക്ഷേ ലക്ഷം വരുന്ന രൂപയേക്കാൾ വലിയ സഹായമാകും ഒരു വാക്കുകൊണ്ട് ഒരാൾക്ക് നമ്മൾ സഹായിയായി വർത്തിക്കുന്നത്. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹ്ലുൽ ജന്നത്തി സലാസത്തുൻ, സ്വർഗക്കാർ 3 വിഭാഗമാണ്. 3 തരക്കാരാണ് സ്വർഗക്കാർ. ഒന്ന് ദൂ സുൽത്താനിൻ മുഖ്സിത്തുൻ മുത്തസദ്ദിഖുൻ മുവഫഖുൻ, നീതിമാനായ ഭരണാധികാരി, സത്യസന്ധനായ ഭരണാധികാരി, നന്മ ചെയ്യാൻ തൗഫീക്ക് ലഭിച്ച ഭരണാധികാരി. അതാണ് മുഖ്സിത്ത്, മുത്തസദ്ദിഖ്, മുവഫഖ് എന്ന് പറഞ്ഞാൽ. കാരണം ഒരു രാജ്യത്തിൻ്റെ ഭരണം കിട്ടുക എന്ന് പറഞ്ഞാൽ ആ ഭരണം കിട്ടിയത് മൂലം അക്രമം ഉണ്ടാക്കാൻ ആ ഭരണാധികാരി സാധിക്കും. എന്നാൽ നേരെ മറിച്ച് ആ ഭരണം കൊണ്ട് നാടിനും നാട്ടാർക്കും നന്മകളൊട്ടേറെ ചെയ്തു കൊടുക്കാൻ ഭരണാധികാരിക്ക് കഴിയും. അതുകൊണ്ട് തന്നെ നീതിമാനും സത്യസന്ധനുമായ നന്മകൾ ചെയ്യാൻ തൗഫീക്ക് നൽകപ്പെട്ട ഭരണാധികാരികളാണ് സ്വർഗത്തിലെ ഒരു വിഭാഗം. ഇത് കേവലം ഒരു നാടിൻ്റെ ഭരണമാണ് എന്ന് മാത്രം ചിന്തിക്കേണ്ട. ഹദീസ് പണ്ഡിതന്മാർ ഈ ഹദീസിൻ്റെ വിശദീകരണത്തിൽ പറഞ്ഞത്, ഒരു പിതാവ് വീട്ടിലെ ഭരണാധികാരിയാണ്. ഒരു പിതാവ് വീട്ടിലെ ഭരണാധികാരിയാണ്.
ഒരു സ്ഥാപനത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തവൻ അവിടുത്തെ ഭരണാധികാരിയാണ്. അതൊക്കെ ഇതിൽ പെടുമെന്നാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് കീഴിലുള്ളവരോട് നീതിപൂർവം പെരുമാറുക, സത്യസന്ധമായി ഇടപഴകുക, അവർക്ക് നന്മകൾ ചെയ്തു കൊടുക്കാൻ നമ്മൾ തയ്യാറാവുക, ഇതൊക്കെ അതിൽ പെടുമെന്നാണ്. രണ്ടാമത്തെ വിഭാഗം റജുലുൻ റഹീമുൻ റഖീഖുൽ ഖൽബി ലികുല്ലി ദീ ഖുർബ വ മുസ്ലിം. തൻ്റെ മുഴുവൻ ബന്ധുക്കളോടും മുസ്ലിമീങ്ങളോടും ഏറ്റവും നല്ല ലോല ഹൃദയത്തോടെ പെരുമാറുന്ന ദയയുള്ള കാരുണ്യത്തിൻ്റെ ഉടമയാവുക എന്ന് പറഞ്ഞാൽ ഏതൊരാളോടും കാരുണ്യത്തോടെ ദയയോടെ സ്നേഹത്തോടെ പെരുമാറുന്ന മനസ്സിൻ്റെ ഉടമ സ്വർഗത്തിലെ രണ്ടാം തരക്കാർ അവരാണ്. മൂന്നാമത്തെ വിഭാഗം വഅഫീഫുൻ മുതഅഫിഫുൻ ദൂ ഇയാൽ. കുടുംബ പ്രാരാബ്ധമൊക്കെ ഉണ്ടായിട്ടും പട്ടിണിയും ദാരിദ്ര്യവുമുണ്ട്, മക്കളെ പോറ്റാൻ ഏറെ പ്രയാസപ്പെടുന്നുണ്ട്, എന്നിട്ടും ഹറാമിലേക്ക് ചിന്തിക്കാത്ത, ഹറാമായ സമ്പാദ്യമാർഗം ആലോചിക്കാത്ത, അത് തനിക്ക് വേണ്ട എന്ന് ചിന്തിച്ചവൻ, അതാണ് സ്വർഗത്തിലെ മൂന്നാമത്തെ വിഭാഗം. എന്ന് പറഞ്ഞാൽ പട്ടിണി കിടന്നാലും മറ്റൊരാളുടെ ഹക്ക് എനിക്ക് വേണ്ട, മറ്റൊരാളുടെ ധനം മോഷ്ടിച്ച് എൻ്റെ കുട്ടികളെ പോറ്റുകയില്ല എന്ന് ചിന്തിക്കുന്ന കുടുംബനാഥൻ, അതാണ് സ്വർഗത്തിലെ മൂന്നാമത്തെ വിഭാഗം. അപ്പം ഈ മൂന്ന് വിഭാഗം, ഇങ്ങനെ മൂന്ന് തരക്കാരാണ് സ്വർഗക്കാർ. ഒന്ന് ഭരണാധികാരികളായിരിക്കും, ഒന്ന് കുടുംബം പോറ്റിയ രക്ഷിതാക്കളായിരിക്കും, ഒന്ന് നേരത്തെ പറഞ്ഞ എല്ലാവരോടും കരുണയുടെ ദയയുടെ സ്നേഹത്തിൻ്റെ അതിങ്ങനെ വിതരണം ചെയ്യുന്ന ആളുകൾ. നമുക്ക് എവിടെ നമ്മൾ ബന്ധപ്പെടുന്ന മേഖലകളിൽ ഒരാൾക്ക് ആശ്വാസം നൽകാൻ പറ്റുമോ അത് ചിന്തിക്കുക. രണ്ടാം ഉമർ എന്ന് ചരിത്രത്തിൽ അറിയപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ല, അദ്ദേഹം നാട്ടിൻ്റെ ഭരണാധികാരിയാണ്. അദ്ദേഹത്തിൻ്റെ അരികിൽ ഒരു സംഘം ആളുകൾ വരികയാണ് ഭരണാധികാരിയെ കാണാൻ. അങ്ങനെ ഒരു രാത്രി സമയം ഭരണാധികാരിയുടെ അടുത്ത് ഇവരിന്ന് സംസാരിക്കുകയാണ്. സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്ക് അണഞ്ഞുപോയി, വിളക്ക് കെട്ടു. ഭരണാധികാരിയായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തന്നെ ആ വിളക്ക് കത്തിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ വന്നിരിക്കുന്നവർ, നിങ്ങളുടെ നാടിൻ്റെ ഭരണാധികാരിയല്ലേ, നിങ്ങൾ അമീറുൽ മുഅ്മിനീനല്ലേ, നിങ്ങൾക്ക് ഈ വിളക്കൊന്ന് കത്തിച്ചു തരാൻ ഇവിടെ പരിചാരകരൊന്നുമില്ലേ എന്നവർ ചോദിക്കുകയാണ്. സ്വാഭാവികമായ ചോദ്യം. ഉടനെ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മഹുല്ല പറഞ്ഞത്, അവ്വലു നൗമത്തിൻ നാമഹ, എനിക്ക് പരിചാരകരും വേലക്കാരൊക്കെ ഉണ്ട്, ഇപ്പണ്ട് ഉറങ്ങിയിട്ടുള്ളൂ എന്നാണ്. ഇപ്പം ഉറങ്ങിയിട്ടുള്ളൂ, അവരെ ഉണർത്തണ്ട. ആ ഉറങ്ങിയവർക്ക് നൽകുന്ന ഒരു ആശ്വാസമാണത്. ആ ഭരണാധികാരിക്ക് ആലോചിക്കാം, ചിന്തിക്കാം, ഇവിടെ വിളക്കട്ടാൽ അത് കത്തിക്കേണ്ടത് പരിചാരകരാണ്, അവരെ ഉണർത്തണം എന്നല്ല ചിന്തിച്ചത്. അത് ഇപ്പണ്ട് ഉറങ്ങിയിട്ടുള്ളൂ, അവരുറങ്ങട്ടെ, ഇത് കത്തിക്കാൻ ഞാൻ കത്തിച്ചാലും ഈ വിളക്ക് കത്തുമല്ലോ. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഏതൊക്കെ മേഖലകളിൽ ഇടപെട്ട് മറ്റൊരാൾക്ക് ആശ്വാസം നൽകാൻ കഴിയുമോ അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇതുപോലെ തന്നെയാണ് റസൂലുള്ളാഹി പറഞ്ഞൊരു ഹദീത്തിൽ, അൽ യദുൽ ഉല്യ ഖൈറും മിനൽ യദിസ് സുഫ്ല. ഉയർന്ന കൈയാണ് താഴെ കൈയിനേക്കാൾ ഉത്തമം, മുകളിലത്തെ കൈയാണ് താഴെ കൈയിനേക്കാൾ ഉത്തമം. എന്നിട്ട് പറഞ്ഞു, വബ്ദഅ ബിമൻ തഊൽ വഖൈറു സ്വദഖതി അൻ ലഹരി ഗിനാ വമൻ യസ്തഅഫിഫ് യുഇഫഹുല്ലാഹ് വമൻ യസ്തഗ്നി യുഗ്നിഹില്ലാഹ്. എന്താണ് ഇവിടെ ഈ പറഞ്ഞത്? മുകളിലത്തെ കൈയാണ് താഴെ കൈയിനേക്കാൾ ഉത്തമം എന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന കൈയാണ് മുകളിലത്തെ കൈ, വാങ്ങുന്ന കൈയാണ് താഴത്തെ കൈ. എന്ന് പറഞ്ഞാൽ വാങ്ങുന്നവനേക്കാൾ ഉത്തമം കൊടുക്കുന്നവനാണ്. നമ്മളിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക, നമ്മൾ ആളുകൾക്ക് നൽകിക്കൊണ്ടിരിക്കണം. നമ്മൾ ഒരിക്കലും ആളുകളുടെ മുമ്പിൽ തരണേ തരണേ എന്ന് പറഞ്ഞ് യാചിക്കുന്നവരായി മാറാതിരിക്കുക. യാചനയെ ഇസ്ലാം വളരെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. എന്നാലും നിങ്ങളുടെ സമ്പത്തിൽ നിർണിതമായ ഓഹരിയുണ്ട്. ലിസ്സാഇലി വൽ മഹ്റൂം, ചോദിച്ചു വരുന്നവനും മുടക്കപ്പെട്ടവനുമുണ്ട്. ചോദിച്ചു വരും ആളുകൾ. വഅമ്മ സായില ഫലാ തൻഹർ, ചോദിച്ചു വരുന്നവനെ നീ വിരട്ടി ഓടിക്കരുത്. എന്നാൽ പരമാവധി യാചിക്കാതെ ജീവിക്കാൻ പറ്റുമോ അതാണ് ഒരാളുടെ ഏറ്റവും അള്ളാഹു തൃപ്തിപ്പെടാൻ നല്ലത് എന്നതാണ്. അതുകൊണ്ട് തന്നെ കൊടുക്കുന്നവരായി മാറുക.
നല്ല ഒരു ധനികനായ ഒരാൾ ഒരിക്കൽ റസൂലുള്ള അങ്ങനെ കണ്ടപ്പോൾ മുടി ചടകുത്തി വസ്ത്രമൊക്കെ ഈങ്ങി ചളി പൊടി ആയ വസ്ത്രം ധരിച്ചത് കണ്ടപ്പോൾ റസൂലുള്ള അത് വിലക്കി. അല്ല നൽകിയ നിഅ്മത്ത്, ഇന്നല്ലാഹ യുഹിബ്ബു അൻ യറാ അഥറ നിഅ്മതിഹി അലാ അബ്ദിഹി, അല്ല തന്ന നിഅ്മത്ത് തന്നിൽ കാണുന്നത് അല്ല ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് നീ മുടി ജട കുത്തി നടക്കാൻ പറ്റൂല, നല്ല മുടി ചീകി ഭംഗിയോടെ നല്ല വസ്ത്രം ധരിച്ച് നടക്കണം. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് നമ്മുടെ വേഷവിധാനം കണ്ട്, നമ്മുടെ ജീവിത രീതി കണ്ട് മറ്റൊരാൾ അവൻ്റെ പ്രയാസം നമ്മെ അറിയിച്ച് നമുക്ക് വല്ലതും ചെയ്തു കൊടുക്കാൻ കഴിയുന്ന തരത്തിലേക്ക് നമ്മൾ ഉയരണം. നമ്മളെ കണ്ടാൽ, നമ്മുടെ ചുറ്റുപാട് കണ്ടാൽ അയാളോട് ചോദിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല, എന്നാൽ നമ്മളോ അത്യാവശ്യമുള്ള ആളുമായിരിക്കും. അങ്ങനെയൊക്കെ ജീവിക്കുന്നവർ ഇന്നും സമൂഹത്തിലുണ്ട്. അല്ല ഖുർആനിൽ തന്നെ ചോദിച്ചിട്ടുണ്ട്, ഞാൻ സത്യവിശ്വാസികൾക്ക് ഹലാലാക്കിയ ഈ ആഡംബരങ്ങൾ, അലങ്കാരങ്ങൾ അത് ഹറാമാക്കിയതാരാണ്? അത് ഹറാമാക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ സമ്പത്തുള്ള ഒരാൾക്ക് ധൂർത്തടിക്കാതെ പിശുക്ക് കാണിക്കാതെ ആ സമ്പത്ത് അവന് ഉപയോഗിക്കാനുള്ളതാണ്. അതിന് സക്കാത്തും സ്വതക്കയും അവന് കൊടുക്കണമെന്ന് മാത്രം. അവന് നല്ലൊരു വീടുണ്ടാക്കുന്നതിനോ നല്ലൊരു വാഹനം വാങ്ങുന്നതിനോ ഒന്നും ദീൻ ഒരിക്കലും വിലക്കിയിട്ടില്ല. അങ്ങനെ നമ്മുടെ ജീവിത രീതി കണ്ട് മറ്റൊരാൾ അവൻ്റെ പ്രയാസം നമ്മോട് പറഞ്ഞ് ആ പ്രയാസം നമ്മളെ കൊണ്ട് ലഘൂകരിക്കാൻ കഴിഞ്ഞാൽ അവിടെയാണ് നമ്മൾ ഉത്തമന്മാരാകുന്നത്. അതാണ് അൽ യദുൽ ഉല്യ ഖൈറും മിനൽ യദിസ് സുഫ്ലാ. താഴ്ന്ന കയ്യിനേക്കാൾ ഉത്തമം ഉയർന്ന മീതയുള്ള കൈയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പിന്നെ പറഞ്ഞു വബ്ദഅ ബിമൻ തഊൽ, നീ എപ്പോഴും കൊടുക്കുമ്പോൾ തുടങ്ങേണ്ടത് നിന്റെ ആശ്രിതരെ കൊണ്ടാണ്. നമ്മളെ ആശ്രയിക്കുന്ന ആളുകൾക്കാണ് എപ്പോഴും നമ്മൾ എന്തും, സ്വതക്കയാണെങ്കിലും സക്കാത്താണെങ്കിലും ഒക്കെ നൽകേണ്ടത് നമ്മളെ ആശ്രിതർ, ബന്ധുക്കൾ. സക്കാത്ത് കുടുംബക്കാർക്ക് കൊടുക്കാൻ പറ്റുമോ എന്നാണ് എപ്പോഴും പലരും ചോദിക്കാറുള്ളത്. നമ്മൾ ഒറ്റ കാര്യം മനസ്സിലാക്കുക, പള്ളി, മദ്രസ, ഭാര്യ, മക്കൾ, മാതാപിതാക്കൾ, ഇവർക്കല്ലാത്തവർക്കൊക്കെ സക്കാത്ത് കൊടുക്കാം. പള്ളി പരിപാലിക്കേണ്ടത് സക്കാത്ത് കൊണ്ടല്ല, മദ്രസ നോക്കേണ്ടത് സക്കാത്ത് കൊണ്ടല്ല, ഭാര്യയെ മക്കളെ നോക്കേണ്ടത് സക്കാത്ത് കൊണ്ടല്ല, മാതാപിതാക്കളെ നോക്കേണ്ടത് സക്കാത്ത് കൊണ്ടല്ല. ഇതല്ലാത്ത കുടുംബത്തിലുള്ള ആർക്കും അവർ സക്കാത്തിൻ്റെ അവകാശികളാണോ അവർക്ക് സക്കാത്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ടാണ് കുടുംബത്തെ വിട്ട് മഹല്ലിനെ വിട്ട് വേറെ കൊടുക്കേണ്ട ആവശ്യമുള്ളത്. അതാണ് വബ്ദഅ ബിമൻ തഊൽ. എന്നിട്ട് പറഞ്ഞു ഖൈറു സ്വദഖത്തി, സ്വതക്കയിൽ ഏറ്റവും ഉത്തമം അൻ ലഹ്രി ഗിനാ, തൻ്റെ ആവശ്യങ്ങളൊക്കെ കഴിച്ച് എന്ന് പറഞ്ഞാൽ തനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തൻ്റെ മാതാപിതാക്കൾക്ക്, തൻ്റെ ഭാര്യയ്ക്ക്, തൻ്റെ മക്കൾക്ക് ഒക്കെ ആവശ്യത്തിന് നൽകാൻ ഉണ്ട്. അത് കഴിഞ്ഞ് കൊടുക്കുന്ന ദാനധർമ്മം അത് ഉത്തമമായ ദാനധർമ്മമാണ്. വമൻ യസ്തഅഫിഫ് യുഇഫഹുല്ലാ വമൻ യസ്തഗ്നി യുഗ്നിഹില്ല. ഒരാൾ പരമാവധി ഹറാമിലേക്ക് ചാടാതെ തൻ്റെ ജീവിതത്തെ കാത്തു സൂക്ഷിച്ചാൽ അള്ളാഹ് അവനെ വിശുദ്ധനാക്കും. ആരാണ് ധന്യത നടിക്കുന്നത്? അള്ളാഹ് അവനെ ധനികനാക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മെ കണ്ട് മറ്റുള്ളവർക്ക് അവരുടെ പ്രശ്നങ്ങൾ നമ്മോട് പറയാൻ സാധിക്കണം. അദ്ദേഹത്തോട് പറഞ്ഞാൽ എൻ്റെ കാര്യം നടക്കും, എനിക്ക് അദ്ദേഹം എന്തെങ്കിലും ചെയ്തു തരും, അതിന് അദ്ദേഹത്തിന് കഴിയും എന്ന് നമ്മെക്കുറിച്ച് മറ്റുള്ളവർ ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ ഉയരണം. ഒരിക്കൽ റസൂലുള്ളാഹിന്റെ അടുക്കൽ ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാ കൈഫലി അൻ അഅലം ഇദാ അഹ്സൻതു ഔ അസഅതു. റസൂലെ, എനിക്കെങ്ങനെ അറിയാൻ മാർഗമുണ്ട്, ഞാൻ നന്മയുള്ളവനാണോ തിന്മയുള്ളവനാണോ? എനിക്കറിയണം. ഞാൻ നല്ലവനാണോ ദുഷിച്ചവനാണോ എന്ന് എനിക്കറിയണം. അവർ റസൂൽ പറഞ്ഞു കൊടുക്കുക, ഇദാ സമിഅത ജീറാനക യഖൂലൂൻ ഖദ് അഹ്സൻത ഫഖദ് അഹ്സൻത. നിന്റെ അയൽവാസികൾ നിന്നെക്കുറിച്ച് പറയാണ് നീ നന്മയുള്ളവനാണ് എന്ന് പറഞ്ഞാൽ നീ നന്മയുള്ളവനാണ്. വഇദാ സമിഅതഹും യഖൂലൂൻ, അവർ പറയുന്നു ഖദ് അസഅത, നീ ദുഷിച്ചവനാണ് എന്ന് പറഞ്ഞാൽ ഫഖദ് അസഅത, നീ ദുഷിച്ചവൻ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ അയൽവാസികൾക്ക് നമ്മെ വിലയിരുത്താനുള്ള അവകാശമുണ്ട് എന്നർത്ഥം. ആ അയൽവാസി പറയുന്നതാണ് നമ്മൾ.
അയൽവാസികൾ പറയാണ് അയാൾ ശരിയല്ല എന്ന് പറഞ്ഞാൽ അയാൾ ശരിയല്ല, അയാൾ ദുഷിച്ചവനാണെന്ന് പറഞ്ഞാൽ ദുഷിച്ചവനാണ്, നന്മയുള്ളവനാണെന്ന് പറഞ്ഞാൽ നന്മയുള്ളവനാണ്. അപ്പോൾ ഇതൊക്കെ ദീനിൻ്റെ ഭാഗമാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. അല്ലാതെ ദീൻ കേവലം ഇബാദത്തുകളിൽ മാത്രം ദീനിനെ തളച്ചിടുകയും ജീവിതത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള നന്മയുടെ അവസരങ്ങൾ മുഴുവൻ എടുത്തു മാറ്റുകയും ചെയ്തൊരു തലമുറ, ഒരു സമൂഹം ഇന്ന് നമ്മുടെ നാടുകളിലുണ്ട്. അതിൽ നിന്ന് നമ്മൾ മാറി ചിന്തിക്കണം. റസൂലുള്ളാഹിന്റെ അടുക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ ഒരു സ്ത്രീയെക്കുറിച്ച് പറഞ്ഞല്ലോ, റസൂലെ ഇന്ന ഫുലാന തഖൂമുൽ ലൈല വതസൂമുൻ നഹാറ വതഫഅലു വതസദ്ദഖു എന്നൊക്കെ പറഞ്ഞു. റസൂലെ ഒരു സ്ത്രീയുണ്ട്, ആയിഷ റളിയല്ലാഹു പറഞ്ഞു കൊടുക്കുകയാണ്, അവർ രാത്രി നിസ്കരിക്കുന്ന ആളാണ്, അതുപോലെ പകലിൽ നോമ്പനുഷ്ഠിക്കും, ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ഇന്നന്ന നന്മകളൊക്കെ ഉണ്ട് റസൂലെ. പക്ഷേ തൂതി ജീറാനഹ ബിലിസാനിഹ, നാവ് കൊണ്ട് അയൽവാസിയെ നന്നായി ഉപദ്രവിക്കാറുണ്ട്. ഇത് കേട്ടപ്പോൾ റസൂല പറഞ്ഞത് ലാ ഖൈറ ഫീഹ ഹിയ ഫിന്നാർ, ഒരു ഖൈറും അവളിലില്ല. ആരെക്കുറിച്ചാണ് ഈ പറയുന്നത്? രാത്രി തഹജ്ജുദ് നമസ്കരിക്കുന്ന, സ്ഥിരമായി സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കുന്ന, ദാനധർമ്മങ്ങൾ ചെയ്യുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് ലാ ഖൈറ ഫീഹ, അവളിൽ ഒരു ഗുണവുമില്ല, ഹിയ ഫിന്നാർ, അവൾ നരകത്തിലാണ്. എന്താ കാരണം പറഞ്ഞത്? തുഉദി ജീറാനഹ ബിലിസാനിഹ, അയൽവാസിക്ക് അവിടെ ജീവിക്കാൻ കഴിയില്ല. എന്നാ നിസ്കാരം നോമ്പോ എല്ലാം ഉണ്ട്, ഒരു കാര്യമില്ല. എന്നാൽ അതേ ഹദീസിൽ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഓ ഫുലാന, റസൂലെ വേറൊരു സ്ത്രീ ഉണ്ട് കേട്ടോ, തുസല്ലിൽ മക്തൂബ, ഫർള് നിസ്കരിക്കും, വ തസദ്ദഖു ബി അത്വാർ, ഉള്ളതിന് ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ ധർമ്മമൊക്കെ ചെയ്യും. എന്നാൽ അത്ര കൂടുതൽ ഇബാദത്തൊന്നുമില്ല, ഫർളായ കാര്യങ്ങളൊക്കെ നിഷ്ഠുണ്ട്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ സക്കാത്തും കൊടുത്തു, സ്വതക്ക് കൊടുക്കും. വലാ തുദി അഹദൻ, പക്ഷെ റസൂലെ ഒരാളെ ഉപദ്രവിക്കൂല. അവർ റസൂല പറഞ്ഞു ഹിയ മിൻ അഹ്ലിൽ ജന്ന, അവൾ സ്വർഗത്തിലാണ്. അവ സ്വർഗത്തിലേക്ക് കുറേ ഇബാദത്തുകളല്ല വേണ്ടത്, കുറേ ഇബാദത്തുകളാവാം. ആ ഇബാദത്തുകൾക്കനുസരിച്ച് നമുക്കൊരു വിശുദ്ധ ജീവിതമുണ്ടോ, അതാണ് പ്രധാനം. ഇങ്ങനെ ജീവിക്കുന്നവരായി നമ്മൾ മാറണം. ഞാൻ അതാണ് ആവർത്തിച്ചു പറയുന്നത്. അല്ലാഹ് കലിമത്തു തൗഹീദിനെ ഉപമിച്ചത് തന്നെ കശജറത്തിൻ ത്വയ്യിബ അസ്ലുഹാ താബിതുൻ വഫർഉഹാ ഫിസ്സമാ തുഅതി ഉകുലഹാ കുല്ല ഹീനിൻ ബിഇദ്നി റബ്ബിഹ. ഒരു വടാവൃക്ഷം എന്നും എക്കാലത്തും കായ്ക്കനികളും തണലുകളും നൽകുന്ന വടാവൃക്ഷം, അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഉപമ. ഇതില്ലാതെ നമ്മൾ ജീവിച്ചാൽ കേവലം ചില ഇബാദത്തുകൾ കൊണ്ട് രക്ഷപ്പെടും എന്നൊന്നും നമ്മൾ ചിന്തിക്കരുത്. നല്ല ഒരു ഹൃദയത്തിൻ്റെ ഉടമയാവുക, മറ്റുള്ളവർക്ക് എനിക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ കഴിയുമെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുക. അങ്ങനെ ഓരോ രംഗത്ത് നമ്മൾ ബന്ധപ്പെടുന്ന ഏത് മേഖലകളിലും അവിടെ നമ്മളൊരു അത്താണിയായി മാറിയാൽ നമുക്ക് മരണത്തോടെ വിശ്രമിക്കാം. ഒരിക്കൽ റസൂലുള്ളാഹ് ഒരു മയ്യത്ത് ഇങ്ങനെ കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ കൂടെ നിൽക്കുന്ന അനുചരന്മാരോട് ചോദിക്കുക, മുസ്തരീഹുൻ വ മുസ്തറാഹു മിൻഹു, ആ മയ്യത്ത് കട്ടിൽ വഹിക്കപ്പെട്ട ആ മനുഷ്യൻ വിശ്രമിക്കാൻ പോകുകയാണോ അതല്ല വിശ്രമം നൽകി പോകുകയാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, മുസ്തരീഹുൻ മൽ മുസ്തരീഹു അൽ മുസ്തറാഹു മിൻ, എന്താ റസൂലെ, ആ മയ്യത്തിനെ കുറിച്ച് വിശ്രമിക്കാനാണോ പോകുന്നത് അതല്ല വിശ്രമം നൽകിയാണോ പോകുന്നത്? അവർ റസൂല പറഞ്ഞു കൊടുക്കുകയാണ്, ഇന്നൽ അബ്ദൽ മുഅ്മിൻ യസ്തരീഹു മിൻ നസബി ദുനിയ വ അദാഹാ ഇലാ റഹ്മത്തില്ലാഹി അസ്സ വജല്ല. ഒരു വിശ്വാസി മരിക്കുമ്പോൾ അവൻ്റെ മരണത്തോടെ ദുന്യാവിൽ അവൻ അകപ്പെട്ട, അവൻ അനുഭവിച്ച പ്രയാസങ്ങൾ, പരീക്ഷണങ്ങൾ, അതിൽ നിന്ന് അള്ളാന്റെ റഹ്മത്തിലേക്ക് വിശ്രമിക്കാൻ പോവുകയാണ്. വ ഇന്നൽ അബ്ദൽ ഫാജിറ, ഒരു തമ്മാടിയായ ദുഷിച്ച ഒരു മനുഷ്യൻ, യസ്തരീഹു മിൻഹുൽ ഇബാദു വൽ ബിലാദു വശ്ശജറു വദ്ദവാബ്, അവൻ്റെ മരണത്തിൽ അവൻ്റെ ചുറ്റുഭാഗത്തുണ്ടായിരുന്ന ജീവജാലങ്ങൾ, ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങൾ, മനുഷ്യർ, നാട്ടുകാർ എല്ലാവരും അവൻ്റെ മരണത്തിലതാ വിശ്രമിച്ചു. ആ ഷെറ് നീങ്ങിയല്ലോ, കഴിച്ചിലായല്ലോ, ഇനി അവൻ്റെ ഷെറുണ്ടാവില്ലല്ലോ എന്നാണ് അവർ ചിന്തിക്കുന്നത്. ഈ അവസ്ഥയല്ല ഒരു സത്യവിശ്വാസിക്ക് വേണ്ടത്.
അതാണ് ഞാൻ നിങ്ങളെ ഓതിക്കേൾപ്പിച്ച യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതം മർളിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അല്ലാഹു നമുക്ക് പറഞ്ഞു തരുന്നത് മരണസമയത്ത് ഒരു സത്യവിശ്വാസിയെ വിളിക്കുമെന്നാണ്. ആത്മാവുകൾ പിടിക്കാൻ വന്ന മലക്കുകൾ യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, സമാധാനമടഞ്ഞ ആത്മാവേ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ അള്ളാഹ് തൃപ്തിപ്പെടുന്ന നിലക്ക്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തൗഹീദിൽ നിഷ്ഠയോടെ നിലനിന്ന് സുന്നത്തുകളിൽ കണിശമായി നിലനിന്ന് ആ തൗഹീദും സുന്നത്തും ഉള്ളതോടൊപ്പം മറ്റു നന്മകളൊക്കെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ഒരു വിശ്വാസി മരിക്കുന്ന നേരം മലക്കുകൾ പറയും, സമാധാനിപ്പിക്കും. ശാന്തമായ ആത്മാവിൻ്റെ ഉടമയെ വിളിച്ചു പറയും, ഇർജിഇ ഇലാ റബ്ബികി റാളിയതം മർളിയ, നീ നിന്റെ റബ്ബിലേക്ക് തൃപ്തിപ്പെട്ടും തൃപ്തി സ്വീകരിച്ചും മടങ്ങിക്കോളൂ. ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി, നീ ഇതാ സ്വർഗത്തിൽ കടന്ന എൻ്റെ അടിമകളിൽ നീ പ്രവേശിക്കുക, ഈ സ്വർഗം നിനക്കുള്ളതാണ്. നീ അതിൽ കടന്ന് നീ ഇതാ നിന്റെ ഇനിയുള്ള കാലം മരണമില്ലാത്ത, രോഗമില്ലാത്ത, ക്ഷീണമില്ലാത്ത, പ്രയാസങ്ങളില്ലാത്ത, എത്ര അനുഭവിച്ചാലും മടുപ്പില്ലാത്ത ഈ സ്വർഗം നിനക്കുള്ളതാണ്. അതുകൊണ്ട് മലക്കുകൾ പോലും മരണസമയത്ത് അത്തരം ആത്മാവുകളെ തലോടുന്ന, അവരെ സമാധാനിപ്പിക്കുന്ന ഒരവസ്ഥ ഇത് നമുക്ക് ലഭിക്കണം. ഇത് ലഭിക്കാൻ നമ്മൾ അധ്വാനിക്കണം. നമ്മുടെ ജീവിതം ഒരു തണൽ വൃക്ഷം പോലെ ആയി മാറണം. മറ്റുള്ളവർ നമ്മളെ കൊണ്ട് ആശ്വസിക്കുന്ന, പ്രയാസപ്പെടാത്ത, വേദനിക്കാത്ത, നമ്മളെ കൊണ്ട് രക്ഷപ്പെടുന്ന, നമ്മളെ കൊണ്ട് എല്ലാ അർത്ഥത്തിലും സമാധാനിക്കുന്നൊരവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ റമളാനിൽ ഇത്തരത്തിലുള്ള നന്മകളൊക്കെ ആർജിച്ചെടുത്ത് ഒരു മാതൃകാ വിശ്വാസിയായി ജീവിക്കാനും മരിക്കാനുമുള്ള തൗഫീക്ക് നൽകി നമ്മെ സഹായിക്കുമാറാവട്ടെ. വന്നുപോയ വീഴ്ചകൾ അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാവട്ടെ. എത്രയോ രോഗികൾ വേദനിച്ച് കഴിയുന്നു. ചികിത്സ തേടി റിസൾട്ട് കാത്തിരിക്കുന്ന രോഗികളടക്കമുണ്ട്. മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു അവരെയും നമ്മയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പേരെടുത്ത് പറഞ്ഞാൽ ഒരുപാട് ആളുകളെ പേരെടുത്ത് പറയേണ്ടി വരും. പലരും മരണപ്പെട്ടു പോയി. ഇത്തരത്തിലുള്ള തൗഹീദിൻ്റെ മാർഗത്തിൽ താൽപര്യപൂർവ്വം നിലകൊണ്ട പലരും ഇന്ന് ഖബർ ജീവിതം തുടങ്ങിക്കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗികൾക്ക് ആശ്വാസവും സമാധാനവും ശിഫയും ആഫിയത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വന്നുപോയ വീഴ്ചകൾ അല്ലാഹു അവൻ്റെ മഗ്ഫിറത്ത് നൽകി, അവൻ്റെ അഫ്വ് നൽകി നമുക്ക് പുറത്തു തരുമാറാവട്ടെ. വിശുദ്ധ റമളാനിൽ എന്ത് നേടണമെന്നാണോ അള്ളാഹു നമ്മോട് പറഞ്ഞിട്ടുള്ളത്, അത് വ്രതത്തിലൂടെ, രാത്രി നമസ്കാരത്തിലൂടെ, സൽക്കർമ്മങ്ങളിലൂടെ നേടുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആഅനാ വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുമ്മ തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.